വീട്ടിലെ ടൈല് മോഡൽ ഔട്ടായപ്പോൾ പുതിയത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചെടുക്കല്ല കേട്ടോ ഇത്. വീട്ടിലെ മുകളിലുള്ള ഹാളിൽ ഒരു ദിവസം ഒരു മൂലയിൽ 2 ടൈലുകൾ ഇങ്ങനെ പൊങ്ങി വന്നു പെട്ടെന്ന്. എന്താ സംഭവം എന്നൊരു ഐഡിയയും കിട്ടിയില്ല. നമ്മൾ ആദ്യം അത് അത്ര മൈൻഡ് ചെയ്യാതെ എന്താണെന്നിപ്പോൾ ഇങ്ങനെ ആലോചിച്ചെന്ന് പിന്നെ അതിൽ കൂടെ ചവിട്ടൽ തുടങ്ങിയപ്പം ആ പൊങ്ങലിങ്ങനെ പരന്ന് അടർന്ന് വരൽ തുടങ്ങി കേട്ടോ. സൗണ്ടൊക്കെ ഇങ്ങനെ മാറൽ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ പണിക്കാരെ വിളിച്ചു. അപ്പോൾ അവർ ആ ഒരു അടർന്ന ഭാഗം, ആ ഒരു സൗണ്ട് മാറിയ ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ്. ചില ഭാഗത്ത് ടൈല് മാത്രമാണ് പൊങ്ങി വന്നിട്ടുള്ളത്. ചില ഭാഗത്ത് ആ ടൈലിൽ അതിൻ്റെ താഴെയുള്ള കുമ്മായയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ആ കുമ്മായത്തോടു കൂടിയാണ് കോൺക്രീറ്റിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നത്. സംഭവം ടൈൽ ഒട്ടിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പൊങ്ങി വരാനുള്ള ഒരു കാരണം എല്ലാവരും പറഞ്ഞത് ചൂടാണ്. കഠിനമായ ചൂട് കാരണം കോൺക്രീറ്റിന് ഉണ്ടാവുന്ന മാറ്റം, അതായത് കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ചുള്ള കോൺക്രീറ്റിൻ്റെ വികാസവും ചുരുങ്ങലുമാണ് ഇതുപോലെ ടൈലുകൾ അടർന്നു പോരാനുള്ള കാരണം എന്നുള്ളതാണ് പലരും പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളിട്ടോ. നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിൽ അറിയിക്കുക. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ഭാഗം പൊട്ടിച്ചെടുത്ത് ക്ലിയർ ചെയ്ത് പുതിയ ടൈല് ഒട്ടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് മൊത്തം ഭാഗത്തേക്കും അത് പടർന്ന് ആ ഒരു അടർന്നു പോരൽ സംഭവിക്കുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മളിവിടുന്ന് എല്ലാം അടർത്തിയെടുത്തു. അതിലുണ്ടായിരുന്ന കുമ്മായൊക്കെ കോരിയെടുത്ത് അതിൽ ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം എംസാൻഡും സിമെൻറ്റും കുഴച്ചിട്ട് ആ ലെവൽ റെഡിയാക്കി അതിൻ്റെ മേലെ പിന്നെ ഗമ്മ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വിരിച്ച ടൈലാണ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ 16x16 സൈസ് എന്നുള്ളതും അതുപോലെ തന്നെ ഇതേ കളറും പാറ്റേണും കിട്ടാൻ ഒരുപാട് തിരഞ്ഞു കിടന്നു കേട്ടോ. അവസാനം നമ്മളുടെ സുഹൃത്തും അയൽവാസിയുമായിട്ടുള്ള മലബാർ ടൈൽസ് എന്നാണ് നമ്മൾ ഈ ഒരു 2-4 ടൈൽ എടുത്ത് കൊടുത്തിട്ട് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. എൻ്റേർലി ഡിഫറെൻ്റ് ആണ്, വേറെ കിട്ടാനില്ല. അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഒരു ചെറിയ ഏരിയ മാത്രമേ ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹാള് മൊത്തം മാറ്റണം. അത് വലിയ സാമ്പത്തിക ചിലവുണ്ടാകുന്നൊരു കാര്യം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മൂല മാത്രം വേറെ കളറാക്കി മാറ്റി. ഇങ്ങനെ ടൈലുകൾ അടർന്നു പോകുന്നത് എംസാൻഡ് ഉപയോഗിച്ച് ടൈല് വിരിച്ചതുകൊണ്ടാണ് എന്നുള്ള അഭിപ്രായം ചില ആളുകൾ പറഞ്ഞു. അതുപോലെ തന്നെ അത് ആദ്യം തന്നെ ഗമ്മിലാണ് വെച്ചിരുന്നത് എങ്കിൽ ഇങ്ങനെ ഒരിക്കലും അടർന്നു പോരൂല എന്നുള്ള അഭിപ്രായവും ചില ആളുകൾ ഉന്നയിച്ചു. അപ്പോൾ അതിലൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കമൻറ്റിൽ രേഖപ്പെടുത്തിക്കോളി. ഇങ്ങനെ ടൈല് അടർന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് അവിടെ പുതിയ ടൈൽ ഒട്ടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഉടനെ തന്നെ തൊട്ടടുത്തുള്ള പഴയ ടൈലുകളൊക്കെ അടർന്നു പോരും. അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് റൂമാണെങ്കിൽ ആ റൂമിലെ മൊത്തം ടൈലുകളും എടുത്ത് പുതിയത് ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവുക എന്നുള്ള അഭിപ്രായം ഇതിൻ്റെ ഇടയിൽ വന്നു. അതല്ല, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ആ ഒരു ഭാഗം തൊട്ടടുത്തുള്ള ഇങ്ങനെ അടർന്ന് നിൽക്കുന്നതൊക്കെ ഒന്ന് മുട്ടി നോക്കിയിട്ട് അത് പൊട്ടിച്ചെടുത്തിട്ട് അവിടെ മാത്രം ക്ലിയർ ചെയ്താൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതുപോലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വിദഗ്ധരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് കാണുന്നവർക്കൊക്കെ എന്താവും, ഉപകാരപ്പെടും. എന്തായാലും നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞ് സംഭവം രണ്ട് കളറും പാറ്റേണൊക്കെ ആയിട്ടുണ്ടെങ്കിലും സംഗതി വൃത്തിയായിട്ടുണ്ട്. എന്തായാലും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്. മറ്റത് എന്തായാലും സ്പ്രെഡായി പോകും. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. സകലം.